ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ആണ്ടുവട്ടത്തിന്റെ 19ാമത്തെ ഞായറാഴ്ചയായി ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ നമ്മെ ദൈവത്തിന്റെ വലിയ കൃപയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ആദ്യ വായന ജ്ഞാനത്തിന്റെ പുസ്തകം 12ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. അവിടെ ദൈവത്തിന്റെ കാരുണ്യത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർണമാണ്. അങ്ങയുടെ മുൻപിലും പിൻപിലും അവ തെളിഞ്ഞു നിൽക്കുന്നു. കർത്താവിന്റെ നീതി സത്യമാണ്. അവിടുത്തെ വിധികളെല്ലാം ന്യായവുമാണ്. അങ്ങനെയെങ്കിൽ ദൈവമക്കളായ നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ 2ാമത്തെ വായന അപ്പോസ്തലനായ പൗലോസ് റോമയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പ്രാർത്ഥനയുടെ ആത്മീയത നമ്മെ ഓർപ്പെടുത്തുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്നറിയില്ല. എന്നാൽ അവാച്യമായ വാക്കുകളോടെ ആത്മാവ് നമുക്ക് വേണ്ടി നെടുവേർപ്പെടുന്നു. നമ്മുടെ നെടുവീർപ്പ് പോലും പ്രാർത്ഥനയായി രൂപാന്തരപ്പെടും എന്ന് അപ്പോസ്തലൻ ഓർപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷം ഏറെ ശ്രദ്ധായകമാണ്. കളയുടെയും വിളയുടെയും ഉപമ പറഞ്ഞുകൊണ്ട് യേശു നമ്മെ സ്വർഗീയ മഹത്വത്തിന്റെ കൃപയും അന്ത്യവിധിയെക്കുറിച്ചുള്ള സൂചനയും നൽകുകയാണ്. ഗോതമ്പ് ചെടിയെയും കളയെയും കുറിച്ചുള്ള ഉപമ എന്നതിനേക്കാൾ അപ്പുറം ഇത് എന്നെയും നിന്നെയും കുറിച്ചുള്ള ഉപമയായി നാം കാണണം. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സമൃദ്ധമായ കൃപയുടെ മഹത്വത്തിൽ വിളയും കളയും ഒരുമിച്ച് വളരാൻ ദൈവം അനുവദിക്കുന്നു. എന്നാൽ യുഗാന്ത്യത്തിൽ ദൈവം അവയെ തമ്മിൽ വേർപെടുത്തും. സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ ജീവിക്കുന്നവരായ നമുക്ക് മാനസാന്തരപ്പെടുവാൻ അനുവദിക്കുന്ന കാലയളവാണ് ഈ കൊയ്ത്ത് വരെയുള്ള കാലഘട്ടം. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ വിളയായി മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും അന്ത്യദിനത്തിൽ നമ്മൾ കെടാത്ത അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. മാനസാന്തരപ്പെടുവാനുള്ള കാലഘട്ടമാണ് ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്നത്. പാപിയുടെ നാശം ആഗ്രഹിക്കാത്ത ദൈവം അവന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുവാൻ ഒരുക്കമാണ്. ഒരുപക്ഷെ നാം ദൈവത്തെ കണ്ടെത്തിയില്ല എങ്കിൽ പോലും ദൈവം ഒരു ദിവസം നമ്മെ കണ്ടെത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. നമുക്ക് കളപെറിക്കുവാൻ വളരെ ഇഷ്ടമാണ്. മറ്റുള്ളവരെ വിധിക്കുവാൻ അവൻ ശരിയല്ല, അവൾ മോശക്കാരിയാണ്, മറ്റുള്ളവർ കുറ്റക്കാരാണ്, യഥാർത്ഥത്തിൽ ഞാൻ മാത്രമാണ് ശരി എന്ന് കരുതുവാനും മറ്റുള്ളവരെ വിധിക്കുവാനും നമ്മൾ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മെ നയിക്കുന്നത് യഥാർത്ഥമായ ഒരു ആത്മപരിശോധനയിലേക്ക് കൂടിയാണ്. ദൈവം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നന്മയുടെ വിത്താണ് വിതച്ചത്. എന്നാൽ നമ്മുടെ ശത്രുവായ സാത്താൻ തിന്മയുടെ കളകൾ വിതച്ചു. എപ്പോഴാണ് ആ കള വിതയ്ക്കപ്പെട്ടത്? നാം ഉറങ്ങിപ്പോയപ്പോൾ. നമ്മുടെ വീഴ്ചയെ, നമ്മുടെ ബലഹീനതയെ നോക്കിയിരിക്കുന്ന സാത്താൻ ശ്രദ്ധാലുവാണ്. നാം ഒരു നിമിഷത്തെ അശ്രദ്ധ കാണിച്ചപ്പോൾ, നാം ഒന്ന് മയങ്ങിപ്പോയപ്പോൾ ശത്രുവായ സാത്താൻ നമ്മുടെ ഹൃദയമാകുന്ന വയലിൽ പാപത്തിന്റെ, തിന്മയുടെ, അശുദ്ധിയുടെ വിത്ത് വിതച്ചു. അത് നന്മയോടൊപ്പം വളർന്നു വരാൻ കാരണമായി. നമ്മുടെ ശത്രു എത്രമാത്രം ശ്രദ്ധാലുവാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം കൂടുതൽ ജാഗരൂകരാകാനും ഉണർന്നിരിക്കുവാനും ഒരുക്കമുള്ളവരായിരിക്കുവാനും തയ്യാറുള്ളവരായിരിക്കുവാനും ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. ശത്രുവിന് ഇടം നൽകാതിരിക്കുക. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി ഉള്ളപ്പോൾ ഒരു ശത്രുവിനും അവിടെ പ്രവേശനം ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മുടെ അശ്രദ്ധ മൂലം തിന്മയ്ക്ക് നമ്മൾ ഇടം നൽകിയാൽ, പാപത്തിന് അവസരം നൽകിയാൽ, അത് വിഷസർപ്പം പോലെ നമ്മുടെ ജീവിതത്തെ തിന്മയിലേക്ക്, ദുരന്തത്തിലേക്ക്, നിത്യമായ നാശത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ സുവിശേഷം നൽകുന്ന യഥാർത്ഥ ആത്മീയ ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവായ ദൈവം പാപികളും ബലഹീനരുമായ നമുക്ക് വേണ്ടി കാത്തിരുന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ഒരുക്കുമെങ്കിൽ നമുക്കും അവിടുത്തെ തിരുമനസ്സിന് വിധേയരായി ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ
നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ഫലങ്ങൾ ഉണ്ടാകുവാനും അവിടുത്തെ കൃപാവരം സമൃദ്ധമായി നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശക്തി കൊണ്ട്, അറിവുകൊണ്ട്, നമ്മുടെ ബോധ്യങ്ങൾ കൊണ്ട് നമുക്ക് അധികകാലം കൃപയിൽ ജീവിക്കാൻ സാധ്യമാവുകയില്ല. ദൈവം നമ്മോട് നിരന്തരം ക്ഷമ കാണിക്കുകയും അവിടുത്തെ കാരുണ്യം നമുക്ക് നൽകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ശക്തിയുള്ളവരാവുക. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിർമ്മലരായി ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.